Hi friends, welcome to Fiveas kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ സ്നാക്ക് ആണ്. അപ്പോൾ നമ്മൾ തന്നെ പല ആൾക്കാരും മറന്നു പോയിട്ടുണ്ടാവും. നമ്മളെ കൽത്തപ്പം തനി നാടൻ ആയൊരു സ്നാക്കുമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലെല്ലാവർക്കും ചായക്ക് കൽത്തപ്പം ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ കൽത്തപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരി പുതിർത്തി അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പം ഞാനിന്നിപ്പം ഇവിടെ അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അതല്ലാതെ നമുക്ക് അരി പുതിർത്തിയിട്ട് അങ്ങനെ അരി അരച്ചിട്ടും ഉണ്ടാക്കാം. രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. അപ്പം ഞാനിന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. കൽത്തപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് അരിപ്പൊടി, നമ്മളെ പത്തിരിപ്പൊടിയാണിത്. 200 ഗ്രാം ശർക്കര, 50 ഗ്രാം തേങ്ങാക്കൊത്ത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 4 ഏലക്കായ, 4 ചെറിയുള്ളി അരിഞ്ഞത്, 1 നുള്ളു ഉപ്പ്, പിന്നെ നെയ്യിൽ വേണമെങ്കിൽ നെയ്യിലുണ്ടാക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, പിന്നെ 1/4 കപ്പ് വെള്ളം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഒന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം അരിപ്പൊടി ഇടാണ്. അതിലേക്ക് ജീരകവും ഏലക്കായ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കുക. 1/4 കപ്പാണ്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഇതിനെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിന് നമുക്കിപ്പം ഏലക്കായൻ്റെ തോലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തിട്ട് ഒഴിവാക്കാം, അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ശർക്കര ഈ മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് പിന്നെ ചെറിയുള്ളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി ആഡ് ചെയ്യാണ് ഇതിൽ. ഉള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ഉള്ളിയും തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു 2 സ്പൂണ് മാറ്റി വെക്കാം. കോരിയിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല, ഒരുമിച്ച് ഇതിലേക്ക് മിക്സ് ആക്കിയാലും മതി. ഞാനിപ്പോൾ ഒരു 2 സ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത്തിരി സോൾട്ട്, നമ്മളെ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഈ മിക്സിനെ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വയ്ക്കുന്ന സമയത്ത് കുക്കർ നല്ല ചൂടായിട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒരു ഹൈ ഫ്ലെയിമിൽ നമുക്കൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് ഇതിനെ പൊട്ടി വെക്കുക. പിന്നെ വെയിറ്റ് ഇടാൻ പാടില്ല. എന്നിട്ട് പിന്നെ നമ്മളതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 5 മിനിറ്റ്. അപ്പം നമുക്ക് കാണാൻ പറ്റും ആവി ഭയങ്കരമായിട്ട് ഇതിൽ കൂടെ പോകുന്നത് കാണാൻ പറ്റും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഇത് കുക്കർ ഓഫ് ചെയ്യുക. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്തിടാം. പിന്നെ കുക്കർ ഓഫ് ചെയ്തിട്ട് ഇപ്പം തന്നെ തുറക്കാൻ പാടില്ല. കംപ്ലീറ്റ് ആവിയും പോയി കഴിഞ്ഞിട്ട് കുക്കർ ഒന്ന് തണുത്തിട്ട് മാത്രമേ കുക്കർ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മൾ കൽത്തപ്പം കുക്കറിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കുറച്ച് ടൈമായി നമ്മൾ പിന്നെ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ട് ആവിയൊക്കെ പോയിട്ട് അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് നൈഫ് വെച്ചിട്ട് അത് ഒന്ന് സൈഡൊക്കെ അടത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം ഞാൻ പ്ലേറ്റ് വെച്ച് കമഴ്ത്തിയിട്ട് ഇതിപ്പോൾ കരിഞ്ഞതല്ല, നമ്മളെ ശർക്കരൻ്റെ കളറ് ഡാർക്ക് ബ്രൗൺ ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. നമ്മൾ കരിയാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വേറെ പ്ലേറ്റ് വെച്ചിട്ട് ഇതിനെ വീണ്ടും തിരിക്കാനും നല്ല അടിപൊളി കൽത്തപ്പം. നമ്മൾ അടി പിടിക്കൊന്നും ചെയ്തിട്ടില്ല. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 15 മിനിറ്റൊക്കെ എടുക്കുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ കൽത്തപ്പം പണ്ടൊക്കെ ആൾക്കാരുണ്ടാക്കിയിരുന്നത് ഇപ്പം താഴെയും മുകളിലും കനലിട്ടിട്ട് തീ കത്തിച്ച കനലിട്ടിട്ടൊക്കെയാണ്. ഇന്ന് പക്ഷെ പെട്ടെന്ന് നമുക്ക് കുക്കറുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മളതിൽ ഞാൻ ഉണ്ടാക്കിയതിൽ തേങ്ങ കുറച്ച് കൂടുതലാണ്. അപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇതിൻ്റെ പകുതി ഇട്ടാലും മതി. നല്ല സോഫ്റ്റാണ്. പിന്നെ ഞാനിത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഡാർക്ക് കളറായത് നമ്മുടെ ശർക്കര ഡാർക്ക് ശർക്കര ആയതുകൊണ്ടാണ്. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കരിഞ്ഞ് കിട്ടുന്നുണ്ടെന്ന്, പക്ഷെ തീരെ കരിഞ്ഞിട്ടൊന്നുമില്ല. ഇത് കളറാണ് അങ്ങനെ. അപ്പോൾ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു ക്വിക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയാലും ഇത് കൊള്ളാവൂല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ സജഷൻസ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.